ആര് തേഞ്ഞു? കോൺഗ്രസ്സുകാരും സംഘികളും തേഞ്ഞു. ദിവ്യ സയ്യറെ സൈബർ ബുള്ളിയിങ്ങിലൂടെ അങ്ങ് നിശബ്ദമാക്കി കളയാം, അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി കളയാം. ഇനി കമ്മ്യൂണിസ്റ്റുകാരെയോ CPMകാരെയോ എങ്ങാനും പ്രകീർത്തിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും ഫലമെന്ന താക്കീത് കൊടുക്കാൻ ഇറങ്ങിയവന്മാർ ആകെപ്പാടെ തേഞ്ഞൊരവസ്ഥയാണ്. എന്താണെന്നല്ലേ ഈ ദൃശ്യം നിങ്ങളോട് സംസാരിക്കും. ഇങ്ങനെ വിവാദങ്ങൾ കത്തുമ്പോൾ ദിവ്യ സയ്യർ കൂളാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണത്തിൽ അല്പസമയം മുമ്പ് പാട്ടുപാടുന്ന ദിവ്യയും ഞങ്ങൾ കണ്ടു. ഒന്ന് കണ്ടുവരാം. അതെ, ദിവ്യ കൂളാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ വേദിയിലെ ദൃശ്യമാണ്. അവർ കോൺഗ്രസ്സുകാരുടെ കുന്നിമണി ചെപ്പ് തുറന്ന് എണ്ണി നോക്കുകയാണ്. എത്രമാത്രം വിമർശനവും അല്ലെങ്കിൽ എത്രമാത്രം തെറി കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടെന്ന്. ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല, നീയൊക്കെ പോയി പണി നോക്കട എന്ന ശൈലിയിൽ അവർ ഉണ്ടായിരിക്കുന്ന വിവാദത്തെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവരുടേതായ ജോലിയിൽ വ്യാപൃതയാവുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകുമല്ലോ ആരാണ് തേഞ്ഞത്. ഈ ദൃശ്യം കണ്ട കോൺഗ്രസ്സുകാർക്കും സംഘികൾക്കും ഒപ്പം ലീഗന്മാർക്കെല്ലാം തീവ്രമായിട്ടുള്ള പൊള്ളൽ പിന്നെ ഏൽക്കുകയാണ്. ഞങ്ങൾ ഇത്രയും പണിയെടുത്തിട്ട്, ഞങ്ങൾ ഇത്രമാത്രം സംഘടിതമായി അധിക്ഷേപിച്ചിട്ടും തെറി പറഞ്ഞിട്ടും ഒരു കുലുക്കവും ഇല്ല. സ്വാഭാവികമായിട്ടും ആർക്കായിരുന്നാലും പൊള്ളലേൽക്കും. കാര്യം അത്രമാത്രം പണിയെടുത്തതാണല്ലോ. കമ്മ്യൂണിസ്റ്റുകാരെ പ്രകീർത്തിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ഈ നാട്ടിൽ ഒരു പ്രത്യേകതരം വികാരം പെട്ടെന്ന് പൊട്ടിമുളയ്ക്കുമല്ലോ. ആ നിലയ്ക്കാണ് ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞപ്പോൾ, തൻ്റെ അനുഭവത്തെക്കുറിച്ച് പങ്കുവച്ചപ്പോൾ സർവീസ് ചട്ടമായി IASകാർക്ക് ഭൂഷണമാണോ എന്ന ചോദ്യങ്ങളായി അങ്ങനെ പലതരത്തിലുള്ള വേദനകളും മോങ്ങലുകളും പങ്കുവയ്ക്കുന്നതിനിടയിലാണ് അവരുടെ മോങ്ങലുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന അവസ്ഥയിൽ വീണ്ടും ഒരു പൊതുവേദിയിൽ വന്ന് കൂളായിട്ട് ഈ രീതിയിലൊരു പരിപാടി അവതരിപ്പിച്ച് പോയത്. ഒരംശം പോലും ഈ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ അവരെ ബാധിച്ചിട്ടില്ല. അതിനെ അവർ ചെവി കൊടുത്തിട്ടില്ല, അങ്ങോട്ട് നോക്കുന്ന പോലുമില്ല. നീയൊക്കെ എന്ത് വേണോ കാട്ടിക്കോളൂ എന്ന മനോഭാവത്തിൽ പോകുമ്പോൾ വ്യക്തി എന്താണെന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാക്കാനുള്ളൊരു അവസരം കൂടിയായി അത് മാറിയിട്ടുണ്ട്.